രാത്രി വന്ന ആളുകളാണ് ഇവർ. ഇന്നലെ രാത്രി വന്നിട്ട് ഇപ്പോഴും വല നന്നാക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇത് കഴിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഈ വല നന്നാക്കി കഴിഞ്ഞ് പിന്നെ റൂമിൽ പോയി കുളിച്ച് ഭക്ഷണം ഉണ്ടാക്കി കിടന്ന് പിന്നെ ഇവർ വീണ്ടും ഒരു വൈകുന്നേരം ആകുമ്പോൾ ബോട്ട് എടുത്തിട്ട് പോകും. ഇതാണ് ഇവരൊക്കെ ഗൾഫ് ജീവിതം. ഒരു നമ്മളെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളായാലും ഗൾഫിലെ മത്സ്യത്തൊഴിലാളികളായാലും ഇവരൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ജീവിതമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണ് ഇവർ കൂട്ടും കുടുംബവും കുട്ടികളും മക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരവസ്ഥ പ്രവാസികളുടെ ഒരു പ്രയാസം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരവസ്ഥയാണിത്. അണ്ണൻ്റെ പേരെന്താണ്? ശക്തിവേല്. എവിടെ? നാട്ടിലെവിടെ? ഇന്ത്യയിലെ എവിടെ? കടലൂർ ഡിസ്ട്രിക്ട്. നിങ്ങളോ? രഞ്ജിത്ത്. കടലൂരാ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇനി ഇപ്പോൾ ഈ വല നന്നാക്കാൻ ഇപ്പം നിങ്ങൾ രാത്രി തുടങ്ങിയത് എത്ര മണിക്കൂറാണ് ഏകദേശം? 2:30 മണിക്ക്. 12 മണിക്ക് തിരിച്ചു വന്നില്ലേ? അപ്പൊ രാത്രി 12 മണിക്ക് നിങ്ങൾ വന്നിട്ട് തുടങ്ങിയ ഈ വലന്റെ പണികളാണ്. ഇനി ഇത് കഴിയാനായല്ലേ? കുറച്ചും കൂടി അല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനി റൂമിൽ പോയി ഭക്ഷണം കഴിച്ച് കിടന്ന് പിന്നെ ഈവനിങ്ങിൽ വീണ്ടും പോകും. എത്ര മണിക്ക് പോകണം വൈകുന്നേരം? 2:30ക്ക് പോവോ? ഇല്ല, ബോട്ടില് 3 o'clock പോയിട്ട് നൈറ്റിൽ 12 o'clock റിട്ടേൺ വരും. வந்துட்டு அதுக்கப்புறம் மீன்லாம் தனியாக பிரித்து விற்றுட்டு இந்த வேலையை ஸ்டார்ட் பண்ணுவோம். இது முடியறதுக்கு காலையில் 7 மணி ஆகும், 6 மணி ஆகும். இதை முடிச்சுட்டு ரூமுக்கு போய் குளிச்சுட்டு சாப்பிட்டுட்டு தூங்கிட்டு திருப்பி 3 மணிக்கு வரும். അതേ தான் റൊട്ടീൻ ആയിട്ടിരിക്കും. ഇപ്പോൾ ഇവർ ഏകദേശം 2:30 മണിക്ക് ഇവർ വീണ്ടും ഈ ബോട്ടിൽ പോവും. അതിനുശേഷം തിരിച്ച് രാത്രി വന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഈ വലൊക്കെ നന്നാക്കി ഇതിലെ മീനൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം പിന്നെ വീണ്ടും ഇത് പോകും. ഇതന്നെ ഡെയിലി ഇവരെ ജോലി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അതിനേക്കാളും കഷ്ടപ്പാടാണെന്നാണ് തോന്നുന്നുണ്ട്. നാട്ടിലേക്കാളും കഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും മത്സ്യത്തൊഴിലാളികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാവരും ഒന്ന് അറിയിക്കുക. ഗൾഫ് ജീവിതം, ഗൾഫിലെ മത്സ്യത്തൊഴിലാളികളെ ജീവിതം കൂടെ നമ്മളൊന്ന് അറിയാം. ഇപ്പോൾ ഇതാ നമ്മൾ വേറൊരു ബോട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് ഏകദേശം ഇവരെ ഈ വലൻ്റെ പണി കഴിഞ്ഞ് വല കെട്ടുന്ന രംഗമാണ്. ഇതൊക്കെ ഇവരൊക്കെ കഷ്ടപ്പാട് ഇതാണ്. ഇവരൊക്കെ അണ്ണ എവിടെ? നാട്ടിലെവിടെ അണ്ണ? എല്ലാവരും തമിഴ്നാട്ടുകാരല്ലേ? രാമേശ്വരം. ഇങ്ങ തമിഴ്നാട് കന്യാകുമാരി ഇത് എന്താ ഏരിയ? മലയാളി இருக்கா? கம்மியாக இருக்கும். கொஞ்சம் ஆள் தான் இருக்கும். അപ്പോൾ ഇത് വല കെട്ടി ഇവർ റെഡിയാക്കി. ഈ വലക്കായിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഈ ടൈപ്പ് ബോട്ടാണ്. നല്ല അടിപൊളി എഞ്ചിനൊക്കെ വെച്ചിട്ട് ഈ ടൈപ്പ് ബോട്ടാണ്. പിന്നെ അണ്ണ ഇത്രയും വില ഇനി നന്നാക്കി തീരണമെങ്കിൽ എത്ര സമയം എടുക്കും അണ്ണ? இந்த വല 3 മണിക്കൂറാവും. ഈ വല റെഡിയായി കഴിയണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂറാവും അല്ലേ? അതേമാതിരി തന്നെ ഇതും. ഇനിയിപ്പോൾ ഇത് മുഴുവൻ റെഡിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ റൂമിൽ പോവുള്ളൂ. 3 മണിക്ക് വീണ്ടും പോകും. എല്ലാവരും ഒരേ സിസ്റ്റം തന്നെ അല്ലേ? 3 മണിക്ക് പോയിട്ട് പിന്നെ രാത്രി 12 മണിയാകുമ്പോൾ തിരിച്ചു വരും. 1 മണി വരും. പിന്നെ ഈ സമയം വരെ ഇത് വല നന്നാക്കുക, ഇതൊക്കെ തന്നെ പണി. എല്ലാവരും തമിഴ്നാട്ടാണേ? അത് ശരി. അവിടെ വേറെ 2 ആളുകൾ വളരെ കഷ്ടപ്പെട്ട് വല നന്നായിക്കൊണ്ടിരിക്കുക. ഇത് മീനെ ഒഴിവാക്കിയതാട്ടോ. ഇത് വലിയൊരു മീൻ അവിടെ കിടക്കുന്നത്. ഇതാ ഇവർ വളരെ ഡീസൻ്റായിട്ട് വല നന്നാക്കി വെച്ചിരിക്കുന്നു.
നിങ്ങളെവിടെ നാട്ടിൽ? തമിഴ്നാട്? എല്ലാം തമിഴ്നാട്. ആ ബംഗാളി? ആ ഇവിടെ ഇതിൽ കൂട്ടത്തിൽ തമിഴ്നാടിൻ്റെ കൂട്ടത്തിൽ ഒരു ബംഗ്ലാദേശ് ഉണ്ട് കേട്ടാ. 2 ബംഗ്ലാദേശാ? ആ ഇവര് ബംഗ്ലാദേശ്. നാട്ടിലെവിടെ? തെലുങ്കാന? തെലുങ്കാന, ഹൈദരാബാദ് അല്ലേ? ഇവിടെ എത്ര വർഷമായി? ഇവിടെ 1 വർഷമായി. ദുബായിൽ 20 വർഷമായി ടോട്ടൽ. ഇതേ പണി, മീനിന്റെ പണി? മീനില്ല, കണ്ടൻസ് ലൈനില്ല, സംസങ് അവൈലബിൾ. ആ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇത് ബോട്ട് പേപ്പർ വരില്ല, ആ കോസ്റ്റ് രജിസ്ട്രേഷൻ പേപ്പർ ఉందని ನಮ್ಮ ಗ್ಯಾಸ್ ರಸಲ್ ಪಂಡ್ ಪೋರ್ಟ್ಲ ಗ್ಯಾಸ್ ಏರಿಯಾ, ആ ಗ್ಯಾಸ್ ಏರಿಯಾ ಶಿಪ್ ಬೋರ್ಡ್ ಕಟ್ಟರ, ಜೆಟ್ಟಿ ಕಟ್ಟರ, ಜೆಟ್ಟಿ. ആ അപ്പൊ അതിൽ ഈ ബോട്ടിൽ പോവും? இது போட்டு போயிட்டு அங்கே நம்ம 4-5 பார்ஜ் இருக்கு, கிரேன் இருக்கு, இந்த ப்ளோக் வச்சுட்டு ஜெட்டி கட்டுறோம். நம்ம பர்த் வரும், ഷിപ്പ് ഗ്യാസ് ഷിപ്പ് വരും. അതിന്റെ പണിയാണ് അല്ലേ? മുപ്പര് വർക്ക് ചെയ്യുന്ന പിന്നെ ബോട്ടാണിത്. ഇതാ ഈ ബോട്ടിലാണ്, അതായത് അവരിതാ വലിയ പിന്നെ ഇതുപോലെ ബോട്ട് ജെറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ബോട്ട് ജെറ്റ് ഉണ്ടാക്കിയിട്ട് വലിയ ഷിപ്പ്, വലിയ കപ്പൽ വന്നിട്ട് അതിൽ നമ്മൾ ഈ ഗ്യാസിൻ്റെ ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. പുള്ളിക്കാരൻ ദുബായിലായിരുന്നു, ഇപ്പോൾ ഖത്തറിൽ. മീൻ കിടക്കുന്നില്ല. ആ ചൂണ്ടല്ല ഒരു കഴിഞ്ഞ മാസം നല്ല പണി, ഇന്ന മാസം கொஞ்சம் കുറവ്. തണുപ്പ് ജാസ്തി, ചൂട് ജാസ്തിയായ കിടക്കാതെ കിടച്ചു. അതിനകത്ത് നീരോട്ടം മാതിരി മീൻ ചൂണ്ടൽ മീൻ ഏതായിട്ട്. തണുപ്പ് ജാസ്തി വന്നാൽ ഗ്യാസ് കിടക്കും, വില കമ്മി. തണുപ്പ് ജാസ്തി വന്നാൽ വലയിൽ മീൻ കിടക്കും, വലക്കുണ്ട്, വലുവല ചൂണ്ടല്ല ഒളുക്കുവല. ನಮ್ಮ കേരളത്തിൽ പറയുന്നില്ല ഒളുക്കുവല. നാളെ കഴിഞ്ഞപ്പോൾ നാളെ രാവിലെ പണിയെടുക്കും, പോയി ഒരു 5 ദിവസം കഴിഞ്ഞ് പണിയെടുക്കും. 5 ദിവസം മീൻ കിടച്ചിട്ടാൽ ഒരു 4 ദിവസത്തിൽ 3 ദിവസത്തിൽ മീൻ കറിയും. 5 ദിവസം 6 ദിവസം ആവും. ഇപ്പോൾ സാപ്പാടൊക്കെ എടുത്ത് പോകും, സാപ്പാടെല്ലാം റേസെങ്കിൽ അൽക്കോർ ഹാർബറിൽ പിടിച്ച മീനാട്ടോ അത്. ഹാർബറിലെ ഇതാ ഫിഷ്, ഫ്രഷ് സാധനം, ഫ്രഷ് സാധനമാണിത്. ഇവിടുത്തെ എൻ്റെ സുഹൃത്തുക്കളാണ് കച്ചവടം. നിങ്ങളെവിടെ നാട്ടിൽ? ചെന്നൈ. നിങ്ങൾ ചെന്നൈ? നിങ്ങളോ? ചെന്നൈ. എല്ലാം ചെന്നൈ. യെസ്, ഇത് ഒറിജിനൽ ഫ്രഷ് സാധനം. ആർക്കും ഇവിടെ അൽക്കോർ ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് സാധനം നല്ല വിലക്കുറവിൽ സാധനം കിട്ടും. ഓക്കെ, അടിപൊളി അൽക്കോറ, നല്ല ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ആ ഡിസ്കൗണ്ട് റേറ്റ് ആണ്, ഇവർ വില കുറച്ച് തരും. നീ നമ്മളെ ചാനലിൻ്റെ പേര് പറഞ്ഞാലും വേണ്ടി വില കുറച്ച് തരും. പിന്നെ നമ്മളൊരു പുതിയ സബ്സ്ക്രൈബറാണ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണിയിലാണല്ലേ. അല്ല സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽക്കോറിലെ ഒരു ബീച്ച് ഏരിയയിലാണ്. ചെറിയ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരികയെന്നുണ്ടെങ്കിൽ അൽക്കോർ ഹാർബറിൻ്റെ അടുത്ത് ഒരു ബീച്ച്, നല്ല രസമായിട്ടുള്ള ബീച്ച്. ഇനി പറഞ്ഞില്ല നമ്മുടെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തേ കിട്ടോ. ഇതാണ് ബീച്ച്, നല്ല അടിപൊളി ബീച്ചാണ്. വണ്ടി ഇറക്കാൻ പറ്റിയ സ്ഥലമാണ്, വണ്ടി ഇറക്കാൻ നല്ല അടിപൊളി ബീച്ചാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അൽക്കോറിലെ തന്നെ നമ്മൾ ഹാർബറിൻ്റെ അടുത്ത് കുറച്ച് പുറത്തുള്ള പാർക്ക് സൈഡിലാണ്. ഈ സൈഡൊക്കെ പാർക്കാണ്, ബീച്ച് ഏരിയയാണ്. ഇവിടെ കണ്ടൽക്കാടുകളുണ്ട്. കണ്ടൽക്കാടുകൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കണ്ടൽക്കാടുകളുണ്ട്. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. അതിൽ യാത്രന് വലിയ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇപ്പോൾ സൈഡിലൊക്കെ നല്ല പാർക്കുകളാണ്, എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ബിൽഡിങ് അൽക്കോറിലെ സൂക്കാണ്.
സൂക്ക് വക്കീഫിക്ക് എന്ന് പറഞ്ഞ പോലെ സൂക്കാണ്. ഇത് ഏകദേശം നമ്മളിപ്പോൾ കണ്ടൽക്കാടുകളുടെ അടുത്തെത്തി. നല്ല അതിമനോഹരമായ പാർക്കും ഇവിടെ ഉണ്ട്. ഈ പാർക്കിലൊക്കെ വന്നിരിക്കുക വൈകുന്നേരം. ഇതാ കണ്ടൽക്കാടുകൾ, നമ്മൾക്കൊന്ന് നേരിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കാണാം. ഇതാണ് നമ്മളെ അൽക്കോർ ഹാർബറിൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കണ്ടൽക്കാടുകളാണിത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയ ഒരു കയാക്കിങ്ങിൻ്റെ ബോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അമീർ അൽവാച്ചിൻ്റെ ബോട്ടാണത്. നല്ല വെയിൽ, നല്ല ചൂടാണ്. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ച് വീഡിയോ എടുക്കണമല്ലോ. നിങ്ങൾ പലതും കാണിക്കാണ്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നത്. കണ്ടൽക്കാടുകൾ, ഇതാണ് അൽക്കോറിലെ, അതായത് ഖത്തർ അൽക്കോറിലെ കണ്ടൽക്കാടുകൾ. ഇത് കുറച്ചൊന്നല്ല കേട്ടാ, ഇതാ ഒരുപാടുണ്ട്. ഇത് അങ്ങോട്ട് സൂം ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊന്തണം. അപ്പോൾ ഈ നീരിങ്ങനെ കാണുന്നു. ചെറിയ തയ്യലാണ് ഇതൊക്കെ മുളക്കുന്നത്. ഇതാണ് നമ്മളെ ഖത്തറിലെ കണ്ടൽക്കാടുകൾ. ഇതാണ് അൽക്കോറിലെ നമ്മളെ കണ്ടൽക്കാടുകളൊക്കെ അടുത്തുള്ള പാർക്ക്. ഹാർബറിൻ്റെ അടുത്തൊക്കെ ഏകദേശം ആയിട്ടുള്ള പാർക്കാണ്. ബീച്ചുണ്ട്. പിന്നെ നല്ല അതിമനോഹരമായിട്ട് നമ്മളെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഉള്ള കണ്ടൽക്കാടുകൾ, വളരെ രസകരമായ കണ്ടൽക്കാടുകൾ നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ അതിൻ്റെ ഒരു സൈഡിലാണ് ഇവിടെ വൈകുന്നേരം സമയത്തൊക്കെ ഭയങ്കര രസമാണ്. ഫാമിലിക്ക് കുട്ടികൾക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ്. പ്രത്യേകമായിട്ട് കുറേ അലമ്പ് സൗണ്ട്, പിന്നെ ആൾക്കൂട്ടങ്ങളോ സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്വസ്ഥമായിട്ട് ഇരുന്ന് നമുക്ക് കടലും ഇവിടെയുള്ള ഈ പാർക്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ പാർക്കിൻ്റെ പലയിടങ്ങളിലും ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപാട് ഓരോ സൈഡിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ നിങ്ങൾ ഇവിടെ വരുമ്പോൾ അതുപോലെ ഇരിക്കാനുള്ള പനയോലൊക്കെ കെട്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ഇതിലും അടിപൊളിയായിട്ട് ഒരു വീഡിയോ കൂടി 1-2 വീഡിയോകൾ ഞങ്ങൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക്